ഹലോ ഹായ് നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര ആനവണ്ടിയിലാണ് കേട്ടോ. ആനവണ്ടി യാത്ര ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടല്ലേ. KSRTCക്ക് ശരിക്കും പറഞ്ഞാൽ പ്രത്യേക ഒരു ഫാൻ ബേസ് തന്നെയുണ്ട്. നമ്മുടെ KSRTCയുടെ ബജറ്റ് ടൂറിസം പദ്ധതിയിലൂടെ നടത്തുന്ന ഒരു കൊച്ചു വിനോദയാത്രയാണിത്. ഈ ഒരു വിനോദയാത്രയിൽ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളും ഉണ്ട്. അതായത് കുട്ടികളും മുതിർന്നവരും എന്ന് തുടങ്ങി പ്രായഭേദമന്യേ എല്ലാ ആളുകളും ഈ ഒരു യാത്രയിലുണ്ട്. ടണൽ എന്നുള്ള ഒരു കൂട്ടായ്മയിൽ നമ്മുടെ വീടിനടുത്തുള്ള കുറച്ച് കുടുംബങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു കൊച്ചു യാത്രയാണിത് കേട്ടോ. അപ്പോൾ ഈ ഒരു യാത്രയിൽ നിങ്ങളും പങ്കുചേരുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ എങ്ങനെയാ നമ്മൾ യാത്ര തുടങ്ങുമല്ലേ? അങ്ങനെ നമ്മുടെ ആനവണ്ടി നമ്മുടെ KSRTCയുടെ എത്തിയിരിക്കുകയാണ്. ഇപ്പം സമയം എന്ന് പറയുന്നത് പുലർച്ചെ ഒരു 5:15 ആയിട്ടുണ്ട് കേട്ടോ. നമ്മളെല്ലാവരും നേരത്തെ തന്നെ ഒരു 5 മണിക്ക് മുന്നേ തന്നെ എല്ലാവരും റെഡിയായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ഒരു യാത്രയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെന്നും കാണുന്ന നമ്മുടെ ചുറ്റിനുള്ള ആൾക്കാർ അവരെല്ലാവരും കൂടി ചേർന്ന് ഒരുമിച്ച് ഒരേ മനസ്സോടുകൂടി പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു യാത്രയാണിത്. അപ്പോൾ നമ്മളെല്ലാവരും അതിൻ്റെ ആ ഒരു സ്പെഷ്യൽ സന്തോഷം എല്ലാവർക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഫുള്ള് നമ്മൾ ഈ ഒരു വണ്ടിയിലായിരിക്കും നമ്മുടെ യാത്ര കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും നമുക്കതിൻ്റെ മനോഹരമായ കാഴ്ചകളിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ ആദ്യത്തെ ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. ഭൂതത്താൻകെട്ട് ഡാമാണ് കേട്ടോ ഇത്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് ഏകദേശം 6:35 ആയിട്ടുണ്ട്. 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് ആണ് നമുക്കിവിടെ അനുവദിച്ചിട്ടുള്ള സമയം. ഇവിടെ ഇറങ്ങി കാഴ്ചകളൊക്കെ കണ്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം. നമ്മൾ ഈ ഒരു യാത്രയിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവർ പറയുന്ന ടൈം നമ്മൾ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം സമയത്തിന് അത്രയും വാല്യൂ ഉണ്ട്. ഒരുപാട് ലൊക്കേഷൻസ് കവർ ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സമയം നമ്മൾ പാലിക്കുക, പറയുന്ന സമയത്ത് തന്നെ കയറുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഈ ഒരു യാത്രയിൽ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പം നമുക്ക് ഭൂതത്താൻകെട്ടിൻ്റെ പുലർച്ചെയുള്ള കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ. നിങ്ങളിപ്പോൾ എവിടെയല്ലേ? കൊടും വേനൽക്കാലത്തും വെള്ളം വറ്റാതെ നിറഞ്ഞു കിടക്കുന്ന കേരളത്തിലെ ഒരേ ഒരു ഡാമാണ് ഭൂതത്താൻകെട്ട്. നമ്മുടെ എറണാകുളം ജില്ലയിലെ കോതമംഗലത്തിനടുത്ത് പെരിയാർ നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഡാമും അതുപോലെ തന്നെ പ്രശസ്തമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രവും കൂടിയാണ് നമ്മുടെ ഈ ഒരു ഭൂതത്താൻകെട്ട്. എന്തായാലും ഈ ഒരു ഡാമിൻ്റെ പേര് വളരെ സ്പെഷ്യലാണല്ലേ, ഭൂതത്താൻകെട്ട് ഡാം. ഈ പേരിൻ്റെ പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. അതാർക്കെങ്കിലും അറിയോ? എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തൃക്കരിയൂർ മഹാദേവ ക്ഷേത്രം വെള്ളം കയറ്റി നശിപ്പിക്കാനായിട്ട് ഭൂതങ്ങൾ പെരിയാറിന് കുറുകെ അണ കെട്ടാൻ ശ്രമിച്ചെന്നും, എന്നാൽ നേരം പുലരാറായെന്ന് കരുതി പണി പൂർത്തിയാക്കാതെ അവർ ഓടിപ്പോയെന്നുമാണ് വിശ്വാസം. ഇതിൽ നിന്നാണ് ഭൂതത്താൻകെട്ട് എന്ന പേര് വന്നെന്നാണ് പറയാം. ഇതൊക്കെ ഓരോ വിശ്വാസങ്ങളാണ് കേട്ടോ. അങ്ങനെ അവരനുവദിച്ച സമയം കഴിഞ്ഞിട്ടുണ്ട്, ബസ് ഇതാ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഭൂതത്താൻകെട്ടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ബസ്സിലേക്ക് കയറുകയാണ് കേട്ടോ. ഇനി നമുക്ക് ബാക്കി കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് വഴിയേ കാണാം. അങ്ങനെ എല്ലാവരും ബസ്സിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ച് നല്ലോണം എൻജോയ് ചെയ്തിട്ടാണ് ഈ ഒരു യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമയം 7:15 കേട്ടോ. നമ്മൾ ഇഞ്ചത്തൊട്ടിയാണ് അടുത്ത ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിൻ്റെ വിശേഷങ്ങളാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും അതിൻ്റെ കാഴ്ചകളിലേക്ക് പോയിട്ട് വരാം. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഇഞ്ചത്തൊട്ടി തൂക്കുപാലം കാണാൻ വേണ്ടിയിട്ട് പതിയേനെ നടക്കുകയാണ് കേട്ടോ. ഈ ഒരു പാലത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കേരളത്തിൽ തന്നെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള തൂക്കുപാലങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഇഞ്ചത്തൊട്ടി തൂക്കുപാലം. കരിയമ്പാറ കുട്ടമ്പുഴ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഈ ഒരു പാലം. നമ്മളെ സംബന്ധിച്ച് ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണെന്നുണ്ടെങ്കിൽ, ഈ നാട്ടുകാരെ സംബന്ധിച്ച് ഇതൊരു വലിയ ആശ്വാസമാണ്. കാരണം ഇതിന് മുമ്പ്, അതായത് ഈ പാലം വരുന്നതിന് മുമ്പ് ഇവിടെയുള്ള ആൾക്കാർക്കുള്ള ഏക ആശ്രയം എന്ന് പറയുന്നത് വള്ളം മാത്രമായിരുന്നു. അതുപോലെ തന്നെ നമ്മളാണെന്നുണ്ടെങ്കിലും എല്ലാവരും കൂടെ ഒരുമിച്ച് ഇപ്പോൾ ഈ പാലത്തിലേക്ക് കയറുന്നില്ല കേട്ടോ. പകുതി പേരിപ്പോൾ ഇവിടെ നിന്നിട്ട് ബാക്കി പകുതി ആളുകൾ മാത്രമേ അങ്ങടേക്ക് പോകുന്നുള്ളൂ. അവർ വന്നതിന് ശേഷം മാത്രമാണ് ബാക്കി പകുതി ആളുകൾ പോവുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പാലത്തിനൊരു കപ്പാസിറ്റി ഉണ്ട്, ഇത്ര ആൾക്കാരെ കയറാൻ പാടുള്ളൂ എന്നുണ്ട്. മാത്രമല്ല, ഈ ഒരു പ്രദേശത്തുള്ള ആൾക്കാരുടെ മെയിനായിട്ടുള്ള മാർഗം എന്ന് പറയുന്നതും ഈ ഒരു പാലമാണ്. അപ്പോൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. നമ്മളിപ്പോൾ ഒരു കുട്ടികളടക്കം 25 പേരാണ് ഇപ്പോൾ ഈ പാലത്തിൽ കയറിയിട്ടുള്ളത്. ഈ ഒരു പാലത്തിന് 182 മീറ്റർ നീളവും അതുപോലെ തന്നെ 1.5 മീറ്റർ വീതിയുമാണുള്ളത് കേട്ടോ. പിന്നെ ജലാശയത്തിൽ നിന്നും 200 മീറ്ററോളം ഉയരമുണ്ട്. 2012 ഈ ഒരു പാലം പണിയൊക്കെ പൂർത്തീകരിച്ച് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞത്. ഒരുപാട് സിനിമകൾക്ക് ലൊക്കേഷനായിട്ടുണ്ട്. അതുപോലെ തന്നെ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി, ഷോർട്ട് ഫിലിം എന്നിവയിലൂടെയൊക്കെ ഈ ഒരു ഇഞ്ചത്തൊട്ടി എല്ലാവർക്കും പരിചിതമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്.
പെരിയാർ നദിയുടെ തീരത്തുള്ള ഈ ഒരു ചെറിയ ഗ്രാമം ഇന്ന് സഞ്ചാരികളുടെ ഇഷ്ടയിടങ്ങളിൽ ഒന്നാണ്. കാരണം അത്രയും ഭംഗിയാണ് കേട്ടോ ഇവിടെ കാണാനായിട്ട്. പ്രത്യേകിച്ച് ഈ ഒരു മോർണിംഗ് ഒരു സൺറൈസിൻ്റെ ഈ ഒരു സമയത്തും കൂടെ നമ്മൾ എത്തിയപ്പോഴത്തേനും ഇതിൻ്റെ ഭംഗി ഒന്നും കൂടെ ഇരട്ടിച്ചെന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ എന്തായാലും ഇഞ്ചത്തൊട്ടി പാലത്തിൻ്റെ അറ്റത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി അവിടുത്തെ കുറച്ച് കാഴ്ചകളും കൂടെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ആദ്യം തൊട്ട് തിരിച്ചു വരികയാണ്. ഞങ്ങളിവിടെ ഉള്ളതാ. എന്നാ പോരി അവിടെ പോയിട്ട് പാടി. അപ്പോൾ നമ്മൾ ഇഞ്ചത്തൊട്ടി പാലം കണ്ടിട്ട് നേരെ ബസ്സിലേക്ക് കയറും കേട്ടോ. വീണ്ടും തിരിച്ചു പോവുകയാണ് നമ്മൾ. അതാ നമ്മുടെ കൂടെ വന്ന എല്ലാവരും ഉണ്ട്. പിന്നെ ഈ ഒരു ട്രിപ്പിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ബസ്സിൻ്റെ ഡ്രൈവർ ചേട്ടനായിക്കോട്ടെ കണ്ടക്ടർ ചേട്ടനായിക്കോട്ടെ എല്ലാവരും നമ്മളെ മാക്സിമം എൻ്റർടൈൻ ചെയ്യാനായിട്ട് നമ്മളുടെ കൂടെ കട്ടയ്ക്കുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ പാട്ടൊക്കെ ആണെന്നുണ്ടെങ്കിലും വളരെ രസകരമായിരുന്നു കേട്ടോ. തട്ടേക്കാട് പക്ഷി നിരീക്ഷണ കേന്ദ്രം 40 രൂപയുടെ എൻട്രൻസ് ഫീസ്. നമ്മളിവിടെ കയറുന്നില്ല. കൂട്ടിക്കിടക്കുന്ന ഒരു മയിൽ കണ്ടോ? ആ ഒരു മയിലിലും 2 ചാടാറായി നമ്മളത് അവിടെ കയറുന്നില്ല. ഒരു വണ്ടിയിൽ നിർത്തി ആ ഒരു മയിൽ മാത്രമുള്ളൂ. 2 പാമ്പുമാണ്. തട്ടേക്കാട് മഹാദേവ ക്ഷേത്രം വൃശ്ചിക മാസത്തിന്റെ 1000 നാളിന്റെ അന്ന് ആ പള്ളി നീതി രാജവമ്പാല ഇവിടെ വരും. യൂട്യൂബിൽ നോക്കിയാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. എല്ലാ വർഷവും ഉള്ളതാണ്. ഒരു വർഷം മാത്രമല്ല, എല്ലാ വർഷവും മുടങ്ങാതെ തന്നെ വരുന്ന ഒരു ക്ഷേത്രമാണ് തട്ടേക്കാട് മഹാദേവ ക്ഷേത്രം. അങ്ങനെ നമ്മൾ തട്ടേക്കാട് തന്നെയുള്ളൊരു ലൊക്കേഷനിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിരിക്കുകയാണേ. അപ്പോൾ ഇവിടെ ഇറങ്ങുന്നതിന് മുന്നേ ഫുഡ് കഴിക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ചുള്ളൊരു ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എല്ലാവരും കൂടെ പോസ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഡ്രൈവർ ചേട്ടനും കണ്ടക്ടർ ചേട്ടനും നമുക്ക് ഫോട്ടോസൊക്കെ എടുത്ത് തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളൊന്ന് കണ്ടിട്ട് വന്നാലോ. അങ്ങനെ ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണേ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പതിയെ വണ്ടിയിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ യാത്ര ഇനി തുടരാം. നേരെ പോകുന്നത് നമ്മളിവിടെ വെച്ച് തിരിയാണ്. പന്തപ്ര മാമ്പലക്കണ്ട വഴിയിലേക്ക് തിരിയാണ്. നമ്മളുടെ ജംഗിൾ സഫാരി ഇവിടെ തൊട്ടാണ് ആരംഭിക്കുന്നത്. ബാക്കിലിരിക്കുന്നവരെ എണീറ്റ് നിന്നുള്ള ഇനി പോകുന്നവർക്ക് സ്മൂത്തായിട്ടുള്ള റോഡല്ല. വണ്ടി ചാടിച്ച് തന്നെയാണ് പോവുകയുള്ളൂ. നമ്മുടെ ഈ ഒരു ട്രിപ്പിൽ നമ്മൾ കാട്ടിൽ കൂടിയുള്ളൊരു യാത്ര, നമ്മുടെ ജംഗിൾ സഫാരി എന്നാണ് ഇതിൻ്റെ പേര് തന്നെ. അപ്പോൾ ഇതിൽ കാട്ടിൽ കൂടിയുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തൂടെയാണ് കേട്ടോ. അതായത് പന്തപ്ര മാമലക്കണ്ടം റോഡ്. എന്തായാലും എതിരെ ഒരു വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാടാണ്. കഷ്ടിച്ചൊരു വണ്ടിക്ക് പോകാനുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ ഈ റോഡിൽ കൂടെ. നമ്മളിപ്പോൾ ഇത് പാസ് ചെയ്യുന്നത് കൂട്ടിക്കുളം പാലത്തിന് മേളിൽ കൂടിയാണ്. ഇതിപ്പോൾ പുതിയ പാലമാണ്. ഇതിൻ്റെ നിർമ്മാണമൊക്കെ പൂർത്തിയാക്കി ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നാളുകളായിട്ടുള്ളൂ. പഴയ പാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വീതി കുറഞ്ഞതും അതുപോലെ തന്നെ ഇടുങ്ങിയൊരു പാലവുമായിരുന്നു. ശക്തമായിട്ടുള്ള മഴയൊക്കെ വരുമ്പോഴത്തേനും പാലത്തിൽ കൂടി വെള്ളമൊക്കെ കയറി അത് ഗതാഗതമൊക്കെ തടസ്സപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നതാണ് പറഞ്ഞത്. ഇപ്പോൾ എന്തായാലും നാട്ടുകാർക്ക് ആശ്വസിക്കാം ഈ ഒരു പാലം യാഥാർത്ഥ്യമായതിൽ.
അങ്ങനെ നമുക്ക് ഈ ഒരു വ്യൂ പോയിന്റിൽ വണ്ടി നിർത്തിയിട്ടുണ്ട്. കുറച്ച് നേരം ഇവിടെ ഒന്ന് ഇറങ്ങി ഇതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഇവർ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് ശരിക്കും ഒരു കാടാണ് കേട്ടോ. ആനയൊക്കെ ക്രോസ് ചെയ്യുന്ന ഒരു ഏരിയ ആണെന്നാണ് പറഞ്ഞത്. ആനപ്പിണ്ടവും കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഒത്തിരി നേരം നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. കുറച്ച് നേരം ഒന്ന് ഇവിടെ നിന്ന് ഇതിൻ്റെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നമുക്ക് എന്തായാലും തിരിച്ചു പോകുമെന്നാണ് പറഞ്ഞത്. മലക്കണ്ടത്താണ് അതാണ് വലത് അത് മൊത്തം കാടാണ്. അവിടെ കുറെ ആനകളുണ്ട്. അങ്ങോട്ട് ഇറങ്ങി ചെന്നപ്പോ ആനയുടെ പിണ്ടൊക്കെ കണ്ട്. യൂട്യൂബിലല്ലേ? അങ്ങനെ നമ്മുടെ യാത്ര വീണ്ടും തുടരുകയാണ് കേട്ടോ, കാട്ടിൽ കൂടിയുള്ള. ഇനി നമ്മുടെ അടുത്ത ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മാമലക്കണ്ട സ്കൂളാണ് കേട്ടോ. അപ്പം അങ്ങോട്ടേക്കാണ് നമ്മളിനി പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ മാമലക്കണ്ടം ഗവൺമെൻറ് ഹൈസ്കൂളിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്കൂളിൻ്റെ ബാക്കിൽ കൂടെ ഒഴുകുന്ന ഒരു വെള്ളച്ചാട്ടമൊക്കെ അല്ലേ. ഇപ്പം നമ്മൾ വന്നിട്ടുള്ള സമയം എന്ന് പറയുന്നത് നല്ല വേനൽക്കാണ്. അതുകൊണ്ട് തന്നെ എല്ലാം വറ്റി വരണ്ട് കിടക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പം നമ്മൾ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഇനി ഇവിടെ നമുക്കൊരു ചെറിയൊരു സഫാരി ഉണ്ട്, ജീപ്പ് സഫാരി. അപ്പം അതിനായിട്ട് നമ്മൾ പോവാണേ. ഈ ഒരു ജീപ്പ് സഫാരിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് അഡ്വഞ്ചറസ് ആണ്. ഇതൊരു ഓഫ് റോഡ് ജീപ്പ് സഫാരിയാണ്. കുറച്ച് ടാസ്ക് ആണ് ഈ ഒരു ജീപ്പ് സഫാരി എന്ന് പറയുന്നത്. എന്തായാലും നമ്മളവിടെ ചെന്നിട്ടുള്ള സമയം എന്ന് പറയുന്നത് നല്ല ഉച്ച നേരത്താണ്. അതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ട്, പിന്നെ നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നല്ല കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും ഈ വഴി വരുമ്പോൾ ഈ ഒരു ജീപ്പ് സഫാരി നിങ്ങൾ മറക്കണ്ട, തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യാവുന്ന ഒരു കാര്യമാണ് കേട്ടോ. പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി രസമായിരിക്കും. അപ്പോൾ ഈ ഒരു ജീപ്പ് സഫാരിയുടെ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ. ഫ്രണ്ട്സ്, ഇവിടെ മുനിയറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അതായത് പണ്ട് മഹർഷിമാരൊക്കെ തപസ് ചെയ്ത സ്ഥലമെന്ന് പറയണേ. എന്തായാലും നമുക്കവിടെ കയറി നോക്കാം. ഇതുണ്ടോ, പണ്ട് മഹർഷിമാരെ തപസ് ചെയ്യാനൊക്കെ അതിവിടെ വിളക്കൊക്കെ ഉണ്ട്. ഇതിന് എത്ര വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ? ഏകദേശം ഏകദേശം 12,000 വർഷത്തിന് മുകളിൽ പറയപ്പെടുന്നു. ഇത് മഹർഷിമാർ പണ്ട് തപസ് ചെയ്തതും അങ്ങനെയായിട്ടുള്ള സ്ഥലങ്ങളാണ്. നമ്മള് കേട്ടിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ അവര് ഇത് വഴിയമ്പലങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് പറയപ്പെടുന്നത്. അവര് ഈ ട്രാവലിംഗ് ടൈമിലൊക്കെ സ്റ്റേ ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്തോണ്ടിരുന്നതാണ്. ഇപ്പൊ ഇതിവിടെ ആൾക്കാർ വിളക്കൊക്കെ കത്തിക്കണ്ടെന്നുള്ളേ. നിലവില് ഈ പറഞ്ഞ എല്ലാ വർഷവും ഇവിടെ ഒരു പൂജയും പരിപാടിയൊക്കെ ഉണ്ട്. ഈ കുഴി കുത്തിട്ടിരിക്കുന്നത് മറ്റേ നമ്മുടെ മുള്ളമ്പന്നി അല്ലെങ്കിൽ ഈ കരടി മുള്ളമ്പന്നികൾ അങ്ങനെയുള്ള ഐറ്റംസ് അങ്ങനെയുള്ള ഒരു കാര്യമാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 അറകളാണോ. ഈ കല്ല് ആദ്യം പൊട്ടിപ്പോന്നെ, ഈ ഒരു കല്ല് ആദ്യം പൊട്ടിപ്പോന്നു. പിന്നെ ഈ കല്ലൊക്കെ പഴക്കം വന്നപ്പോ ഈ കുത്തുകല്ലൊക്കെ പയ്യെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിഞ്ഞു. ഓ, ഇത് മാനുവലി ചെയ്തെടുത്തേക്കണല്ലേ ഇത്? ആയിരിക്കും. അതായത് ഈ ഭിത്തിയൊക്കെ നമ്മൾ തന്നെ മനുഷ്യർ തന്നെ സെറ്റ് ചെയ്തേക്കണയാണ്. മനുഷ്യന്മാര് തന്നെ ആയിരിക്കുമല്ലോ, വേറെ അങ്ങനെ കല്ലൊക്കെ അത്ര അതൊക്കെ ഭയങ്കര ഒരു അത്ഭുതം തന്നെ. ഇത്രയും വലിയ കല്ലൊക്കെ, അതായത് ഇത് 10 പേരോ? ഇത് പൊട്ടി പോന്നാന്ന് പറഞ്ഞത്. ഇതിങ്ങനെ ഒരു വലിയ കല്ലായിരുന്നു പറഞ്ഞത്. അതങ്ങനെ അല്ലെ പൊക്കി വെച്ചു എന്നൊക്കെ ഉള്ളത്. ഓ, ഇതിന്ന് ക്രാക്ക് വീണ്, അതായത് ഈ കല്ലുകൾ ക്രാക്ക് വീണ് പോയേക്കണാണ്. ഈ നമ്മുടെ ഇവര് കുത്തുകല്ലായിട്ട് വെച്ചിരുന്ന എല്ലാം ചെരിഞ്ഞ് കഴിഞ്ഞപ്പോ വെയിറ്റ് ബാലൻസ് ആവാതെ വന്ന് പൊട്ടിയതായി. ഇതായത് ഇത് ഒരൊറ്റ പീസായിട്ടുള്ള കല്ലായിരുന്നു. ഇത് കുറെ നാളുകൾക്ക് ശേഷമായിട്ട് ഇത് പൊട്ടി 1 പീസായി, 2 പീസായി. ഇത് മൊത്തം 3 പീസായിട്ട് കിടക്കണേ. 3 അറകളുണ്ടായിരുന്നു. 3 പീസായി. 3 അറകള് 3 പീസായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ പണ്ടത്തെ JCBയോ അല്ലെന്നുണ്ടെങ്കിൽ ലിഫ്റ്റിംഗ് യന്ത്രങ്ങളൊന്നും ഇല്ലാതെ ഇതൊക്കെ പൊക്കി വെക്കണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയ ആൾക്കാർ എന്തോരം പാടുപെട്ടുണ്ടെന്ന്. എന്തായാലും ഇതിന്റെ പുറകിലുള്ള ഒരു വ്യൂ നല്ല രസമായിട്ടത്.
അങ്ങനെ ഇവിടുത്തെ കാഴ്ച കണ്ട് ഇനി മാസമൊക്കെ ആകുമ്പോഴാണ് ശരിക്കും ഇവിടെ പായസം നിറച്ച പരിപാടി. ഏപ്രിലൊക്കെ ആകുമ്പോഴല്ലേ. നിലവിൽ നമ്മുടെ സീസൺ വെച്ചാൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച്. ഇവിടെ ശരിക്കും സീസൺ ജൂൺ ഒരു മഴക്കാലം സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസം മഴ തുടങ്ങി. മഴക്കാലം എന്ന് തുടങ്ങുന്നു അന്നോട്ടൊരു നവംബർ വരെ നല്ല സീസൺ. സീസൺ എന്ന് പറയാൻ പറ്റില്ല, മാമലക്കണ്ടം വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സമയം. പച്ചപ്പ് ഉള്ള സ്ഥലം. അല്ലെങ്കിലും ഡിസംബറിലൊക്കെ നമുക്ക് ഇവിടെ ആളുണ്ട്, തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് ആളുണ്ട്. പക്ഷെ ആ പച്ചപ്പും ഈ പറഞ്ഞ പോലെ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു നവംബർ വരെയാണ് ഈ പറഞ്ഞ പോലെ അതിന്റെ ഒരു ഭംഗി. എന്തായാലും മുനിപ്പാറ വ്യൂ പോയിന്റിലെ കാഴ്ചകളൊക്കെ നല്ല കട്ട വെയിലത്ത് കണ്ട് ആസ്വദിച്ചിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഈ വെയിൽ മാത്രമായിരുന്നു കേട്ടോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്. എന്തായാലും മഴക്കാലത്ത് നമുക്ക് ഒരു പ്രാവശ്യം കൂടി വരാം. കാരണം മഴക്കാലത്തുള്ള ആംബിയൻസ് എന്ന് പറയുന്നത് വേറെ ആയിരിക്കും അല്ലേ. നല്ല പച്ചപ്പും അതുപോലെ തന്നെ വെള്ളച്ചാട്ടങ്ങളും ഒക്കെ ആയിട്ട് നല്ലൊരു കിടിലൻ ആംബിയൻസ് ആയിരിക്കും ആ സമയത്ത് ഉണ്ടാവുക എന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും ആ സമയത്ത് ഒന്നുകൂടി വരാം. ഇനി നമുക്ക് തിരിച്ച് പോകുന്നതിൻ്റെ കുറച്ച് കിടിലൻ കാഴ്ചകൾ കൂടി ഒന്ന് കണ്ടാലോ. എന്തായാലും ഇവരെ സമ്മതിക്കണം കേട്ടോ, ഈ ജീപ്പ് ഡ്രൈവേഴ്സിനെ. അവർ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. കാരണം അതുപോലെ ദുർഘടം പിടിച്ചൊരു വഴിയാണിത്. എന്തായാലും അവർ നല്ല രീതിയിൽ നമ്മളെ സേഫായിട്ട് കൊണ്ട് എത്തിച്ചു. നമുക്ക് എന്തായാലും അതിൻ്റെ കിടിലൻ വിഷ്വൽസിലേക്ക് ഒന്ന് പോയിട്ട് വരാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ വിഷ്വൽസിൽ കൂടി തന്നെ കണ്ടാൽ മനസ്സിലാവും ഈ ഒരു ഓഫ് റോഡ് ജീപ്പ് സഫാരി എത്രമാത്രം അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒന്നാണെന്നല്ലേ. കാരണം അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ മാമലക്കണ്ടം വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ജീപ്പ് സഫാരി മിസ് ചെയ്യാതിരിക്കുക കേട്ടോ. ഇത് വർത്ത് ആയിട്ടുള്ള ഒന്നാണ്. പ്രത്യേകിച്ച് മഴക്കാലത്ത് വരാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ ഈ വന്ന സമയത്ത് വേനലാണ്, അതുപോലെ തന്നെ എന്താ പറയുക വെള്ളമോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഓൾറെഡി മുനിപ്പാറ വ്യൂ പോയിന്റ് കണ്ടു കഴിഞ്ഞു. അപ്പോൾ അവിടുന്ന് നമ്മൾ ഇനിയൊരു റിവർ ക്രോസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു സഫാരിയിൽ. പക്ഷേ ഇപ്പം നമുക്കിവിടെ നമ്മളിപ്പോൾ റിവർ ക്രോസിങ്ങിൻ്റെ ആ ഒരു ഏരിയയിലാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. എന്തായാലും നമ്മൾ മഴക്കാലം ആകുമ്പോഴത്തേനും നമ്മുടെ മഴക്കാലത്തിലുള്ള മാമലക്കണ്ടത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ നമ്മൾ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ജീപ്പ് ഡ്രൈവർമാരുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ചേട്ടന്മാരെ നമ്മൾ സമ്മതിച്ചിരിക്കുന്നു കേട്ടോ. അവർ നമ്മളെ വളരെ സേഫായിട്ട് നമ്മൾ തിരിച്ചു കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. നമ്മുടെ ജീപ്പ് സഫാരിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി നമ്മൾ തിരിച്ചു പോവുകയാണേ. ഇപ്പം ഏകദേശം ഉച്ചയൊക്കെ ആവാറായി, നല്ല വെയിലാണ്. ഇപ്പോൾ കാണുന്ന ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ആ ഒരു പോർഷനാണ് കേട്ടോ താഴെ കാണുന്നത്. അവിടെ നമ്മൾ നിർത്തി ഇറങ്ങിയൊന്നുമില്ല വെയിൽ കാരണം, ജസ്റ്റ് ഒന്ന് കണ്ടുപോയതേ ഉള്ളൂ കേട്ടോ. എന്നാലും വെയിലാണ്, വിശപ്പൊക്കെ തുടങ്ങി. എന്നിരുന്നാൽ പോലും നമ്മൾ ആഘോഷത്തിനും ഇതിനൊന്നും ഒരു കുറവുമില്ല കേട്ടോ. എല്ലാവരും അടിച്ചു പൊളിച്ച് സന്തോഷമായിട്ടാണ് ഈ യാത്ര മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ദാ അടിമാലിയൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതുപോലെയുള്ള ഒരുപാട് ട്രാവൽ വീഡിയോസൊക്കെ ഇനി വഴിയേ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും മറക്കണ്ട, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെയായാലും കമൻസിലൂടെ നമ്മളെ ഒന്ന് എഴുതി അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിനി അടുത്ത ഒരു ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്ന വാട്ടർഫോൾസിലേക്കാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. ഇതിന് നമുക്ക് വെള്ളച്ചാട്ടം എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. വെള്ളച്ചാട്ടം എന്നുള്ള ഭാഗം കുറച്ചും കൂടി മേളിലായിട്ടാണെന്നാണ് പറഞ്ഞത്. നമ്മളെന്തായാലും ഈ ഒരു ഏരിയയിലാണ് നിന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ അത്യാവശ്യം സ്ലിപ്പാവുന്ന ഒരു ഏരിയ ആണ് കേട്ടോ.
നമ്മുടെ കൂട്ടത്തിലുള്ളൊരു ചേട്ടൻ ജസ്റ്റ് ഒന്ന് സ്ലിപ്പായി, കുഴപ്പമൊന്നും പറ്റിയില്ല. എന്തായാലും അതൊന്നും നമ്മൾ ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കാം കേട്ടോ. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും വളരെ ഹാപ്പി ആയിരുന്നു. എല്ലാവരും ഒന്ന് പതിയെ ഉറക്കത്തിലേക്കൊക്കെ പോയി, ഉച്ചയ്ക്കായില്ലേ, പതിയെ വിശപ്പും ഒക്കെ ആയി തുടങ്ങിയായിരുന്നു. അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു നല്ല സ്പോട്ട് കിട്ടിയത്. ഒന്ന് അരമണിക്കൂർ നമുക്ക് ഇവിടെ ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റി, ഒന്ന് റിഫ്രഷ് ആവാൻ പറ്റിയൊരു കിടിലൻ സ്പോട്ടായിരുന്നു കേട്ടോ ഇത്. വെള്ളത്തിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല തണുപ്പായിരുന്നേ. ഈ ഒരു വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് എൻ്റെ പേരോ കാര്യങ്ങളൊന്നും അറിയില്ല, നമ്മുടെ മാങ്കുളത്തിൻ്റെ അടുത്തുള്ള ഒരു ലൊക്കേഷൻ തന്നെയാണിത്. എന്തായാലും നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ. എന്തായാലും നമുക്കതിൻ്റെ കാഴ്ചകളൊക്കെ കുറച്ച് നേരം ഒന്ന് ആസ്വദിക്കാൻ പറ്റി. പിന്നെ ഇവിടെ ഏലമൊക്കെ നല്ല രീതിയിൽ കൃഷി ചെയ്തിട്ടുണ്ട്, നമുക്കിവിടെ വന്നാൽ അതൊക്കെ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് പോകാൻ പോവാണേ. അപ്പോൾ ഇവിടെ ചെറിയ കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചായയോ ചെറിയ കടികളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളെന്തായാലും തിരിച്ച് ബസ്സിന് കയറുകയാണ്. നമുക്കിപ്പം ഉച്ച സമയമായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വിശപ്പായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ലക്ഷ്യം ഫുഡാണ്. അത് നമ്മുടെ ഈ ഒരു പാക്കേജിൽ ഉൾപ്പെടുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ ഇതാ ഫുഡ് കഴിക്കാനുള്ളൊരു സ്പോട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ അതിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം. പിന്നെ ഉച്ചക്കത്തെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഉച്ചക്കത്തെ ഫുഡ് മാത്രം നമ്മുടെ പാക്കേജിൽ ഉൾപ്പെടുന്ന ഒന്നാണ്. രാവിലത്തെ വൈകുന്നേരത്തെ അല്ല, ഉച്ചക്കത്തെ മാത്രമാണ് നമ്മുടെ ഈ ഒരു പാക്കേജിൽ ഉൾപ്പെടുന്നത്. എന്തായാലും നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു, ഒന്നും പറയാനില്ല. എന്തായാലും ഭക്ഷണമൊക്കെ നമ്മൾ മനസ്സറിഞ്ഞ് കഴിച്ചിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് റിലാക്സ് ചെയ്തു. ഈ ഒരു പുഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് കഴിച്ചതിൻ്റെ ഫ്രണ്ടിലായിട്ടുള്ളൊരു പുഴയാണ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ കുറച്ച് നേരം നമ്മളൊന്ന് ചില്ല് ചെയ്തിട്ട് പതിയെ നമ്മൾ ബസ്സിൽ കയറി നമ്മുടെ യാത്ര വീണ്ടും തിരിക്കുകയാണ്. നമ്മുടെ ഈ ഒരു പാക്കേജിൽ ആനക്കുളം കൂടി ഉണ്ടായിരുന്നു, പക്ഷേ നമ്മൾ ഇത്തവണ ആനക്കുളത്തേക്ക് പോകുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഒരു ആന ചെരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ദഹിപ്പീരും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താ പറയുക, ആനകളൊന്നും പിന്നെ കുറച്ച് ദിവസത്തേക്കായിട്ട് അങ്ങോട്ടേക്ക് വരുന്നില്ല എന്നുള്ളൊരു ഇൻഫർമേഷനാണ് ഇവർ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയില്ല. അങ്ങനെ നമ്മൾ മാങ്കുളത്തു നിന്ന് നേരെ ലക്ഷ്മി എസ്റ്റേറ്റ് വഴിയാണ് കേട്ടോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് നമ്മൾ ലക്ഷ്മി എസ്റ്റേറ്റ് എന്നും ലക്ഷ്മി എസ്റ്റേറ്റ് എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. മൂന്നാറിലെ അതിമനോഹരമായിട്ടുള്ളൊരു തേയിലത്തോട്ടങ്ങളിലൊന്നാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ലക്ഷ്മി എസ്റ്റേറ്റ്. പശ്ചിമഘട്ടങ്ങളിലെ കണ്ണൻദേവൻ കുന്നുകളുടെ തെക്ക് പടിഞ്ഞാറായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് സഞ്ചാരികളുടെ ശരിക്കും ഒരു ഇഷ്ട കേന്ദ്രം തന്നെയാണ്. അങ്ങനെ നമ്മുടെ വണ്ടി ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെ ഒരു ഭാഗത്ത് നിർത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്ത് എല്ലാവരും കൂടെ ഒന്ന് അടിച്ച് പൊളിച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ടൂർ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ലൊക്കേഷൻ ഇതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പ്രകൃതി സ്നേഹികൾക്കും അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ പ്രിയപ്പെട്ട ഒരിടമാണ് നമ്മുടെ ഈ ലക്ഷ്മി എസ്റ്റേറ്റ്. അത്രയും ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട് കേട്ടോ. എന്തായാലും KSRTCയുടെ ഈ ഒരു ബജറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായി നടത്തിയ ഈ ഒരു യാത്ര എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പ്രത്യേകിച്ച് നമുക്ക് അറിയാവുന്ന നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാരെല്ലാം കൂടി ചേർന്ന് ഒരുമിച്ചുള്ള ഒരു യാത്രയും കൂടെ ആയപ്പോൾ അതിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരട്ടി മധുരം തന്നെയായിരുന്നു. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മുടെ ഡ്രൈവർ ചേട്ടനും കണ്ടക്ടർ ചേട്ടനും അവരുടെ മാക്സിമം എഫേർട്ട് എടുത്ത് നമ്മളെ നല്ല രീതിയിൽ എൻ്റർടൈൻ ചെയ്യാനും എല്ലാ കാര്യത്തിലും നമുക്ക് കട്ടയ്ക്ക് കൂടെ നിൽക്കാനും അവർ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. എന്തായാലും അവർക്കും ഒരു പ്രത്യേക താങ്ക്സ് കേട്ടോ. അങ്ങനെ നമ്മൾ രാവിലെ തുടങ്ങിയൊരു യാത്രയാണല്ലേ. ഭൂതത്താൻകെട്ട് ഡാം, ഇഞ്ചിത്തൊട്ടി തൂക്കുപാലം, മാമലക്കണ്ടം സ്കൂള്, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളൊരു നമ്മുടെ ജീപ്പ് സഫാരി, പിന്നെ മാങ്കുളം, പിന്നെ നമ്മൾ ലക്ഷ്മി എസ്റ്റേറ്റ് വഴിയുള്ള ഈ ഒരു യാത്ര. അങ്ങനെ നമ്മുടെ യാത്ര ഇവിടെ വൈൻഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സ്പീക്കറൊക്കെ എടുത്ത് പാട്ടൊക്കെ വെച്ച് എല്ലാവരും കൂടെ അടിച്ച് പൊളിക്കുകയാണ് കേട്ടോ. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു യാത്രയ്ക്ക് വരാൻ സാധിച്ചതും ഒക്കെ. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള യാത്രകൾ മിസ് ചെയ്യാതിരിക്കുക. പിന്നെ ഈ ഒരു യാത്രയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യം, ഉച്ചഭക്ഷണം ഒഴികെയുള്ള ബാക്കി എല്ലാ ഭക്ഷണ ചിലവുകളും നമ്മൾ യാത്രക്കാർ തന്നെ വഹിക്കേണ്ടതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ ഈ ഒരു KSRTC ഉല്ലാസയാത്ര ഇത് ഇവിടെ വൈൻഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് പിന്നെ ഫോട്ടോ എടുക്കലും ഒക്കെ നടക്കുന്നുണ്ട്. എന്തായാലും മനോഹരമായിട്ടുള്ളൊരു യാത്രയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങളെന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ മറക്കരുത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെയൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്ത് തന്നെയായാലും നല്ലതായാലും ചീത്തയായാലും പിന്നെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിലും ഒക്കെ ഒന്ന് കമൻസിലൂടെ ഒന്ന് എഴുതി അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ എന്തായാലും മറക്കാതെ നിങ്ങൾ കമൻറ്റൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ പുതിയ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.